ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒന്നിച്ച് ഇങ്ങനെ ഈ ദിവസം കൂടാനായിട്ട് ദൈവം ഒരു അവസരം തന്നല്ലോ. വിവിധ സ്ഥലങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ ഒന്നിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഒരുക്കിയ ഈ ക്രമീകരണത്തിനായിട്ട് ഞാൻ ദൈവഭാഗം നന്ദിയുള്ളവനായിരിക്കുന്നു. ഈ അവസരം എനിക്ക് തന്ന പ്രിയപ്പെട്ടവരോടുള്ള കടപ്പാടും നന്ദിയും തുടക്കത്തിൽ തന്നെ ഞാൻ അറിയിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ബൈബിളിൽ നിന്ന് ഒരു വാക്യം വായിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങൾ വായിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നു. 1 പത്രോസ് 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ. പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ കണ്ടോ. അവിടെ പത്രോസ് വിശ്വാസികളെ വിളിക്കുന്നത് എന്താ വിളിക്കുന്നത്? പ്രവാസികളും പരദേശികളും എന്നാണ്. ഈ ലോകത്ത് നമ്മൾ പ്രവാസികളും പരദേശികളുമാണ്. ഈ പ്രയോഗം ബൈബിളിൽ പലയിടത്തും നമുക്ക് കാണാനായിട്ട് കഴിയും. പത്രോസ് ഇവിടെ താന് പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പ്രവാസികളും പരദേശികളുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഈ പ്രവാസികൾ പരദേശികൾ എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ ഒരു അർത്ഥം? എന്താ അർത്ഥമെന്ന് വെച്ചാൽ ഈ ലോകത്തിലെ പൗരന്മാരല്ല നമ്മൾ. ഇവിടെ നമ്മൾ പ്രവാസികളാണ് അല്ലെങ്കിൽ പരദേശികളാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകളാണ്. അവർക്ക് ഈ നാട്ടിൽ അവിടുത്തെ പൗരന്മാർക്കുള്ള അവകാശങ്ങൾ പലതും ഉണ്ടായിരിക്കുകയില്ല. അവർക്ക് ആ നാട്ടുകാർക്ക് ലഭിക്കുന്ന പല അംഗീകാരങ്ങളും അവർക്ക് ലഭിക്കുകയില്ല. കാരണം അവർ പ്രവാസികളും പരദേശികളുമാണ്. കേരളക്കരയിലൊക്കെ ഇപ്പോഴും, പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിൽ നിന്നുമൊക്കെ ബംഗാളിൽ നിന്നുമൊക്കെ പലരും ജോലിക്കൊക്കെ ആയിട്ട് ഇവിടെ വന്ന് താമസിക്കുമ്പോൾ മലയാളികളായ ആളുകളിൽ നിന്ന് അവരെ കണ്ടാൽ, അവരുടെ പെരുമാറ്റം കണ്ടാലൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും മറ്റ് നാട്ടുകാരാണ്, ഈ നാട്ടുകാരല്ല. അതുകൊണ്ട് തന്നെ അവരുടെ പെരുമാറ്റത്തിലും അവരുടെ ഇടപാടുകളിലും ഒക്കെ തങ്ങളെ പ്രവാസികളാണ്, പരദേശികളാണ് എന്നൊരു സന്ദേശം അവർ വാക്കും ഭാഷണവും കൂടാതെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ഇവിടെ പത്രോസ് നമ്മളോട് പറയുന്നു, നമ്മളെന്താണ്? നമ്മൾ ഈ ലോകത്ത് പ്രവാസികളും പരദേശികളുമാണ്. നമ്മൾ ഈ നാട്ടുകാരല്ല. പലപ്പോഴും അങ്ങനെ പറയാറുണ്ട്, ഞാൻ ഈ നാട്ടുകാരനല്ല എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മളിവിടെ 70-80 വർഷം ജീവിക്കാനായിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്നു. പക്ഷേ ഈ ലോകത്തിന് ആ ലോകത്തിൻ്റെതായ ഒരു മൂല്യബോധമുണ്ട്. ആ മൂല്യബോധമല്ല നമ്മൾ കൈയാളുന്നത്. നമ്മൾ കൈയാളുന്നത് എന്താ? ദൈവത്തിൻ്റെ, സ്വർഗത്തിൻ്റെ ആ ഒരു മൂല്യബോധമാണ് നമ്മളെ നയിക്കുന്നത്. അതുപോലെ ഈ ലോകത്തിന് അതിൻ്റെതായ മത്സരങ്ങളുണ്ട്. 2 പേർ കൂടുമ്പോൾ അവരിൽ ആരാണ് വലിയവൻ എന്നുള്ള ആ ഓട്ടക്കളത്തിലെ മത്സരം പോലെയുള്ള, തങ്ങളെ തന്നെ വലിയവനായി കാണിക്കാനുള്ള ആ ശ്രമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പരദേശിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആ മത്സരത്തിൽ ഭാഗവാക്കല്ല. അവനവിടെ ഒരു ജോലിയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തോടുള്ള ബന്ധത്തിലോ കുറച്ച് നാൾ വന്നു താമസിക്കുന്നു എന്നേ ഉള്ളൂ. അവിടുത്തെ ആ മൂല്യങ്ങളോട്, അവിടുത്തെ രീതികളോട് അവന് ബന്ധമില്ല. ഇതാണ് ഒരു പ്രവാസിയുടെയും പരദേശിയുടെയും പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, പത്രോസ് നമ്മളെക്കുറിച്ചും വിശ്വാസ ലോകത്തെക്കുറിച്ചും പറയുന്നു, നിങ്ങളെന്താണ്? നമ്മളെന്താണ്? നമ്മൾ പ്രവാസികളും പരദേശികളുമാണ്. ഇവിടെ പത്രോസ് പറയുന്നത് 2:11-12 വാക്യങ്ങളിൽ, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാർ എന്ന് ദുഷിക്കും തോറും
നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. പത്രോസിന്റെ ഈ പ്രബോധനം അതിൻ്റെ ആന്തരിക അർത്ഥത്തിൽ നമുക്ക് വളരെ വേഗത്തിൽ ഒരു വാചകത്തിൽ ഇങ്ങനെ പറയാം: നമ്മൾ ഇവിടെ ഈ ലോകത്ത് പ്രവാസികളും പരദേശികളും ആയതുകൊണ്ട്, ഈ ലോകത്തിന്റെ ഭാഗമല്ലാത്തവരായതുകൊണ്ട് എന്തു ചെയ്യും? ഈ ലോകത്തിലെ ജാതികൾ നമ്മളെ ദുഷിക്കും, അവർ നമ്മളെ ഒറ്റപ്പെടുത്തും, നമ്മളെ മാറ്റി നിർത്തും. പക്ഷേ അങ്ങനെയാണെങ്കിലും നമ്മൾ അതിനോട് ആ നിലയിൽ പകരം ചെയ്യാതെ, പ്രതികാരം കാണിക്കാതെ, അവരോട് ആ നിലയിൽ നമ്മൾ വിഷമം വിചാരിക്കാതെ നമ്മൾ എന്താ വേണം? അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം. ഇതാണ് പത്രോസ് പ്രബോധിപ്പിക്കുന്നത്. നോക്കുക, പത്രോസ് പറയുന്നത് നമ്മൾ പ്രവാസികളും പരദേശികളുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുണ്ട്? ഇവിടെ നമ്മൾ എങ്ങനെ ജീവിച്ചാലും ഈ ലോകക്കാരെ, ഈ ലോകത്തിൻ്റെ ആളുകൾ നമ്മളെ ദുഷിക്കും. പക്ഷേ അവരെങ്ങനെ നമ്മളെ ദുഷിക്കും തോറും നമ്മുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിയത്തക്കവണ്ണം നമ്മളുടെ നടപ്പ് അവരുടെ പെരുമാറ്റത്തിനുള്ള ഒരു നേരിട്ടുള്ള അതേപോലുള്ള ഒരു പ്രതികരണമാകാതെ നമ്മുടെ നടപ്പ് എന്തായിരിക്കണം? നന്നായിരിക്കണം. ഇതാണ് പത്രോസ് പറയുന്നത്, പ്രബോധിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കിത് ഗൗരവമായിട്ട് എടുക്കാം. നമ്മളായിരിക്കുന്ന ഈ ലോകം, അത് അതിൻ്റെ ഒരു സംസ്കാരത്തോടും അതിൻ്റെ ഒരു രീതിയോടും അതിൻ്റെ ഒരു മൂല്യബോധത്തോടും ചേർന്ന് നിൽക്കാതെ നമ്മൾ മാറി നിൽക്കുമ്പോൾ ഈ ലോകം തീർച്ചയായും നമ്മളെ ഒറ്റപ്പെടുത്തും, നമ്മളെ ദുഷിക്കും, നമ്മളെ മാറ്റി നിർത്തിയെന്ന് വരും. ഇതൊക്കെ ഉണ്ടെങ്കിലും അവരങ്ങനെ ചെയ്താൽ അതേ നാണയത്തിൽ നമ്മൾ പ്രതികരിക്കരുത്. മറിച്ച് എന്ത് വേണം? നമ്മുടെ നടപ്പ് അവരുടെ ഇടയിൽ നന്നായിരിക്കണം. ഇതാണ് പത്രോസ് ഇവിടെ 2 വാക്യത്തിൽ പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഇങ്ങനെ ഈ ലോകത്ത് നിന്ന്, അവരുടെ മൂല്യങ്ങളിൽ നിന്ന്, അവരുടെ മത്സരങ്ങളിൽ നിന്ന്, അവരുടെ പെരുമാറ്റങ്ങളിൽ നിന്നൊക്കെ ഒരു അകലം പാലിക്കുമ്പോൾ അത് അവരെങ്ങനെയാ കാണുന്നത്? നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൽ ഒരു സംഭവം വായിക്കുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം നോക്കുക. 6-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ തുടക്കം മുതൽ 17-ന്റെ ആദ്യം മുതൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം നോക്കിയാൽ പൗലോസും ശീലാസും തെസ്സലോനിക്കയിലെത്തി. അവരെന്ത് ചെയ്തു? അവിടെ 3 ശബത്തിൽ അവിടെയുള്ള പള്ളിയിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി പൗലോസ് സംസാരിക്കാനായിട്ട് തുടങ്ങി. പലരും, ഭക്തിയുള്ള യവനന്മാരിൽ പലരും, മാന്യ സ്ത്രീകളിൽ അനേകരും പൗലോസ് ശീലാസും പറഞ്ഞത് വിശ്വസിച്ചു, അതിനോട് ചേർന്ന് നിന്നു. എന്നാൽ അതിൻ്റെ 5-ാമത്തെ വാക്യം, യഹൂദന്മാരോ അസൂയ കൊണ്ട് മെനക്കെട്ട് നടക്കുന്ന ചില ദുഷ്ടന്മാരെ ചേർത്ത് പുരുഷാരത്തെ ഇളക്കി പട്ടണത്തിൽ കലഹമുണ്ടാക്കി. അവരുടെ ആഗ്രഹം എന്തായിരുന്നു? ഈ പൗലോസിനെയും ശീലാസിനെയും പിടികൂടുക എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. പക്ഷെ പൗലോസിനെയും ശീലാസിനെയും കിട്ടാഞ്ഞത് കൊണ്ട് ഇവരെ ആ നിലയിൽ ഇവർക്ക് ആതിഥ്യം നൽകിയ യാസോൻ എന്നൊരാളിൻ്റെ വീട് വളഞ്ഞ് യാസോനെയും ആ തെസ്സലോനിക്കക്കാരായ ചില വിശ്വാസികളെയും പിടികൂടി അവരെ കൊണ്ടുവന്ന് നഗരാധിപന്മാരുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തുന്നു. എന്നിട്ട് ഈ യാസോനെ കുറിച്ചും ഈ തെസ്സലോനിക്കയിലെ യാസോന്റെ കൂടെയുള്ള വിശ്വാസികളെക്കുറിച്ചും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ വായിപ്പാനായിട്ട് ആഗ്രഹിച്ചത്. അവിടെ എന്താ ഇവർ വന്ന് യാസോനെയും അതുപോലെ തന്നെ ചില സഹോദരന്മാരെയും നഗരാധിപന്മാരുടെ അടുക്കലേക്ക് ഇഴച്ചുകൊണ്ട് വന്നിട്ട് ഈ യാസോനും ഒക്കെ എതിരായിട്ട് അവർ പറയുന്ന ഒരു നിലയിൽ പറയുന്ന ഒരു ആരോപണം നമ്മളവിടെ വായിക്കുന്നു. എന്താ?
ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെയും എത്തി. യാസോൻ അവരെ കൈക്കൊണ്ടുമിരിക്കുന്നു. അവരൊക്കെയും യേശു എന്ന മറ്റൊരുവൻ രാജാവ് എന്ന് പറഞ്ഞ് കൈസരുടെ നിയമങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നു എന്ന് നിലവിളിച്ചു. ഇത് കേട്ടിട്ട് പുരുഷാരവും നഗരാധിപന്മാരും ഭ്രമിച്ചു എന്നൊക്കെയാണ് നമ്മൾ ആ പാരഗ്രാഫിലെ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇവര് വന്നിട്ട് ഈ ഈ പൗലോസിനെയും ശീലാസിനെയും കുറിച്ച് പറയുന്ന ഒരു പ്രയോഗമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. എന്താ ഇവിടെ പറയുന്നത്? അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തിൽ ഭൂലോകത്തെ കലഹിപ്പിച്ചവർ, ഭൂലോകത്തെ കലഹിപ്പിച്ചവർ. ഇത് മറ്റൊരു ട്രാൻസ്ലേഷനിൽ ഭൂലോകത്തെ കലഹിപ്പിച്ചവർ എന്നല്ല, ഒരല്പ വ്യത്യാസത്തിലാണ് നമ്മൾ കാണുന്നത്. അവിടെ കാണുന്നത് ലോകത്തെ കീഴ്മേൽ മറിച്ചവർ എന്നാണ് മറ്റ് ചില വേർഷനിൽ നമ്മൾ കാണുന്നത്. അപ്പൊ നോക്കുക, ഈ പൗലോസിനെയും ശീലാസിനെയും വിശ്വാസികളായ ആളുകളെയും അവിടുത്തെ ആ ലോകം, അവിടുത്തെ ആ ദുഷ്ടലോകം എങ്ങനെയാണ് അവരെക്കുറിച്ച് പറയുന്നത്? അവരെക്കുറിച്ച് പറയുന്നത് ഈ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാണ്. എന്താ അങ്ങനെ പറയാൻ എന്താ കാരണം? കാരണം ഈ ലോകത്ത് ഒരാളായിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ രീതിയിലായിരിക്കണം. അതിന് പകരം അതിൽ ഇടപെടാതെ അതിൻ്റെ മൂല്യങ്ങളിൽ നിന്നും മാറി നിന്നാൽ അവർ ഫലത്തിൽ എന്ത് ചെയ്യുക? അവരുടെ പ്രവർത്തനം കൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തന രാഹിത്യം കൊണ്ട് അവരെന്താ കൊടുക്കുന്ന സന്ദേശം? ഈ ഇവിടെയുള്ള സംവിധാനം ശരിയല്ല എന്ന് പറഞ്ഞ് അവിടെ നിലനിൽക്കുന്ന കാര്യത്തെ തലകീഴായിട്ട് മറിക്കുന്ന ആളുകളാണ്, ലോകത്തെ കീഴ്മേൽ മറിച്ചവരാണ് എന്നാണ് അവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളും ഇന്ന് ഈ ലോകത്ത് പ്രവാസികളും പരദേശികളുമായിട്ട് മാറി നിന്നാൽ നമ്മളെക്കുറിച്ചും എന്തേ പറയുള്ളൂ? എന്താ പറയുന്നത്? ഇവരെ മാറി നിൽക്കുന്നു, ഇവരെ കൊണ്ട് ശല്യമില്ല, സാരമില്ല, പാവങ്ങളാണ് എന്ന് വിചാരിക്കുമെന്നാണോ കരുതുന്നത്? അല്ല, അല്ല. മറിച്ച് ഇവര് നമ്മളോടൊപ്പം ഈ ലോകത്തിന്റെ മൂല്യങ്ങൾക്കൊപ്പം ജീവിക്കുന്നില്ല. അവരവരുടെ പ്രവർത്തനം കൊണ്ടോ പ്രവർത്തനമില്ലായ്മ കൊണ്ടോ വേറൊരു മൂല്യമാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിലനിൽക്കുന്ന സംവിധാനത്തെ തലകീഴായിട്ട് മറിക്കുന്നവരാണിവർ എന്നൊരാരോപണമായിരിക്കും ലോകം നമുക്കെതിരെ കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ പ്രവാസികളും പരദേശികളുമായിട്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആ ജീവിതം തന്നെ നമ്മളെ എന്താക്കി തീർക്കും? ഈ ലോകത്തിൻ്റെ കണ്ണിൽ കരടാക്കി തീർക്കും. ആളുകൾ നമ്മളെ കുറ്റം വിധിക്കും. നമ്മൾ ഈ ലോകത്തിൻ്റെ മൂല്യങ്ങളെ കീഴ്മേൽ മറിക്കുന്നവരാണ് എന്ന് പറയും. പൗലോസിനെയും ശീലാസിനെയും കുറിച്ച് തെസ്സലോനിക്കയിൽ അന്ന് അങ്ങനെയാണ് പറഞ്ഞത്. ഇന്നും അത് തന്നെ ലോകം നമ്മളെക്കുറിച്ച് പറയും. ഇത് ഇപ്പം നമ്മൾ വായിച്ചത് അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നാണ് വായിച്ചത്. ബൈബിളിൻ്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ നോക്കുക, ഈ പ്രവാസി പരദേശി എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ദൈവം നമ്മിൽ നിന്ന് ആ നിലയിൽ ഒരു പെരുമാറ്റം ഈ ലോകത്തിലായിരിക്കുമ്പോൾ ആഗ്രഹിക്കുന്നു എന്ന് ബൈബിളിൻ്റെ തുടക്കം മുതൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തെ വിശ്വാസത്തിൻ്റെ അധ്യായം എന്നാണല്ലോ വിളിക്കുന്നത്. അബ്രഹാമിൻ്റെ കാലം മുതലൊക്കെയുള്ള ആളുകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു വന്ന് പുതിയ കാലഘട്ടത്തിലുള്ളവരെ കുറിച്ച് പറഞ്ഞ് വിശ്വാസവീരന്മാരെ കുറിച്ച് പറയുന്ന ഒരു അധ്യായമാണ്. അവിടെ നോക്കുക, അവിടെ ഈ ആദ്യം മുതലുള്ള വിശ്വാസികളെ കുറിച്ച് പറയുമ്പോഴെല്ലാം ഓരോ ആളുകളെ കുറിച്ച് പറയുമ്പോൾ അത് അബ്രഹാമിനെ കുറിച്ചാകട്ടെ, അല്ലെങ്കിൽ മോശയെ കുറിച്ചാകട്ടെ, അല്ലെങ്കിൽ അന്ന് ജീവിച്ചിരുന്ന 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശ്വാസികളായ ചിലരാകട്ടെ, അവരുടെ ഒക്കെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ ആ 11-ാം അധ്യായത്തിൽ കാണുന്നത് അവരൊക്കെയും അന്യരായിരുന്നു. അവർ ജീവിച്ചിടത്ത് അന്യരായിരുന്നു
പരദേശികളായിരുന്നു, അല്ലെങ്കിൽ പ്രവാസികളും ആ നിലയിൽ ആ നാട്ടുകാരല്ലാത്തവരുമായിരുന്നു എന്നാണ് അവരെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നത്. പുതിയ നിയമവിശ്വാസികളെ കുറിച്ച് മാത്രമല്ല, തുടക്കം മുതൽ നോക്കുക. ഒരു നമുക്ക് ചില വാക്യങ്ങൾ നോക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അബ്രഹാമിനെ കുറിച്ചാണ്. അബ്രഹാമിനെ കുറിച്ചും അവൻ്റെ സന്തതി പരമ്പരകളെ കുറിച്ചുമാണ്. അവരെക്കുറിച്ച് പറയുന്നത് എന്താ? അവര് വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. കണ്ടോ, അവര് അബ്രഹാമിന് വാഗ്ദത്ത ദേശമായി കനാൻ കിട്ടിയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴും താൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നിടത്തോളം കാലം താൻ എന്തായിരുന്നു? ഒരു അന്യദേശത്ത് എന്ന പോലെയാണ് ആ വാഗ്ദത്ത ദേശത്ത് താമസിച്ചത്. അന്യദേശത്ത് എന്ന പോലെ എന്ന് വെച്ചാൽ എന്താ? ആ ദേശത്ത് ഒരു പ്രവാസിയെ പോലെ, ആ ദേശത്ത് ഒരു പരദേശിയെ പോലെ അബ്രഹാം ജീവിച്ചു. എന്നിട്ട് അങ്ങനെയാ ജീവിച്ചതെന്നുള്ളതിന് മറ്റൊരു തെളിവും ആ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. അവരെവിടെ പാർത്തത്? കൂടാരങ്ങളിൽ പാർത്തു. കൂടാരങ്ങളിലാണ് പാർത്തിരുന്നത്. സ്ഥിരമായ ഒരു താമസം അവരുണ്ടാക്കിയിരുന്നില്ല. ഒരു വലിയ കെട്ടിടം പണിതില്ല. മറിച്ച് അന്ന് കൂടാരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യാം, ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാം. അതിൻ്റെ ആ കൂടാരത്തിൻ്റെ ആ കുറ്റികൾ വേഗത്തിൽ വലിച്ചിളക്കിയാൽ ആ കൂടാരം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റാം. അങ്ങനെ ഒരു കൂടാരത്തിൻ്റെ മനോഭാവം സൂക്ഷിച്ചിരുന്നവരായിരുന്നു അവർ. ഒരു ടാബർനാക്കൽ മെന്റാലിറ്റി സൂക്ഷിച്ച ആളുകളായിരുന്നു. എന്തുകൊണ്ടാ? അവര് അവിടെ ജീവിക്കുന്നത്, പക്ഷേ അവിടുത്തുകാരാണെന്ന് അവർക്കൊരു ചിന്തയില്ല. അവരൊരു അന്യദേശത്ത് ജീവിക്കുന്നത് പോലെ. അതുകൊണ്ട് തന്നെ അവർ കൂടാരങ്ങളിലാണ് പാർത്തത്. നമ്മളൊരു പക്ഷേ ഇന്ന് ലോകത്ത് ഇവിടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ കൂടാരങ്ങളിലെല്ലാം വലിയ വീടൊക്കെ വെച്ചായിരിക്കും താമസിക്കുന്നത്. എങ്കിലും ഈ നമ്മൾ പണിത വീടാണെങ്കിലും നമുക്കുള്ള സംവിധാനങ്ങളാണെങ്കിലും ഇതൊക്കെയും അതിനോടൊക്കെ ഒരു കൂടാരത്തിൻ്റെ മനോഭാവം, ഒരു കൂടാരത്തിൻ്റെ മനോഭാവം നമ്മൾ സൂക്ഷിക്കുന്നവരായിരിക്കണം. 11-ന്റെ 8-9 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ഒന്ന്, അവര് അന്യദേശത്ത് എന്ന പോലെ പാർത്തു. 2, അവര് കൂടാരങ്ങളിൽ പാർത്തു. 3, അവരവിടെ പാർക്കുമ്പോഴും അവര് എന്തിനെയാണ് കാത്തിരുന്നത്? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. കണ്ടോ, ഇത് അബ്രഹാമിനെയും സന്തതി പരമ്പരകളെയും കുറിച്ച് എബ്രായർ 11-ൽ പറയുന്ന ഒരു വാക്യമാണ്. ആ വാക്യത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താ? അബ്രഹാമും ഇസ്രായേലിൻ്റെ തുടക്കത്തിലുള്ള ആ പിതാക്കന്മാരും അവരുടെ വാഗ്ദത്ത ദേശത്ത് പോലും അവര് അന്യരും പരദേശികളും പോലെയായിരുന്നു പാർത്തത്. അവര് കൂടാരങ്ങളിലായിരുന്നു പാർത്തത്. അവര് അവിടെ പാർക്കുമ്പോഴും ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ ഒരു നഗരത്തിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു അവര്. പ്രിയപ്പെട്ടവരെ, കണ്ടോ? അപ്പോൾ ബൈബിളിൻ്റെ തുടക്കത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമ്മൾ ആ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം താന് ഒരു കൂടാരത്തിൻ്റെ മനോഭാവമാണ് ഇവിടെ സൂക്ഷിച്ചത്. എപ്പോൾ വേണമെങ്കിലും ആ കൂടാരത്തിൻ്റെ കുറ്റി പറിച്ച് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകത്തക്കവണ്ണം വളരെ ഫ്ലെക്സിബിളായ ഒരു കാഴ്ചപ്പാട് ആ ലോകത്തോട് അവർ പുലർത്തിയിരുന്നു. അല്ലാതെ അവരായിരുന്ന ആ ലോകത്തെ അവർ പൊസസ് ചെയ്തില്ല, അതിനെ സ്വന്തമാക്കിയില്ല. നമ്മൾ ഇന്ന് ചിലപ്പോൾ നമ്മളായിരിക്കുന്നിടത്ത് ചിലപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ചെന്നിരിക്കും, സ്വന്തം വീട് വെച്ചെന്നിരിക്കും. പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് എന്താകരുത്? ഒരു പൊസഷൻ, ഒരു സെൻസ് ഓഫ് പൊസഷൻ, ഇതെൻ്റേതാണ്, എൻ്റേത് മാത്രമാണ് എന്നുള്ള നിലയിൽ അങ്ങനെയല്ല വേണ്ടത്. മറിച്ച് ഒരു പ്രവാസിയുടെ, പരദേശിയുടെ ആ നിലയിലുള്ള ഒരു മനോഭാവം. ദൈവം എനിക്കൊരു വീട് തന്നു, അല്ലെങ്കിൽ ഇത്രയും ഈ താമസിക്കാനുള്ള സൗകര്യം തന്നു, അതൊക്കെ ശരിയാണ്, ഞാനത് ഉപയോഗപ്പെടുത്തുന്നു. എങ്കിലും ഞാൻ എന്തല്ല, ഞാൻ ഇവിടുത്തുകാരനല്ല എന്നുള്ള ഒരു മനോഭാവം നമുക്ക് അബ്രഹാമിൽ നിന്ന് എടുക്കാനായിട്ട് കഴിയും.
ഇവിടെ ഇതാ 11-ന്റെ 13, 14 വാക്യങ്ങളിൽ പിന്നെയും അവിടെ നമ്മൾ കാണുന്നു, ഇവർ എല്ലാവരും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്നേറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്ന ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവരെന്താ പറഞ്ഞത്? അവര് ഈ ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമാണ് എന്നൊരു മനോഭാവമാണ് അവർ പുലർത്തിയത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് ദൈവ സൗകര്യങ്ങൾ തന്നിട്ടുണ്ട്, നമുക്കത് ഉപയോഗപ്പെടുത്താം, അതിൻ്റെ അകത്ത് ഒരു തെറ്റുമില്ല. പക്ഷെ അപ്പോഴും നമ്മൾ അതിനെ പ്രോസസ് ചെയ്യരുത്. നമ്മളെന്താ ഇവിടെ അന്യരും പരദേശികളുമാണ് എന്നുള്ള നിലയിൽ ഒരു ടാബർനാക്കിൾ മെന്റാലിറ്റി സൂക്ഷിക്കുന്നവരായിരിക്കണം. ഇതാണ് അവിടെ കാണുന്നത്. 11-ന്റെ എബ്രായർ 11-24 നോക്കുക. അവിടെ മോശയെക്കുറിച്ചാണ് പറയുന്നത്. മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. മോശ മിസ്രൈമിലെ ഫറവോന്റെ അവിടെ ആ നിലയിൽ കൊട്ടാരത്തിൽ വളരേണ്ട ആളാണ്. പക്ഷെ അവൻ എന്താ ചെയ്തത്? അവന് അതിനൊക്കെ താൽക്കാലികമാണെന്ന് കണ്ട് ദൈവജനത്തിന്റെ കൂടെ അത് കഷ്ടമാണെങ്കിലും അതാണ് തന്നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം എന്നൊരു തെരഞ്ഞെടുപ്പ് നടത്തി എന്നാണ് നമ്മളവിടെ കാണുന്നത്. അതിൻ്റെ 11-26 നോക്കുക. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് അവൻ എണ്ണിയതായിട്ടാണ് നമ്മളവിടെ കാണുന്നത്. ഈ നിലയിലൊക്കെ അബ്രഹാമും മോശയും ഒക്കെ ജീവിക്കുമ്പോൾ ആ സമൂഹം അവരെ അഭിനന്ദിച്ചോ? ഇല്ല. സമൂഹം കരുതിയത് ഇവര് തെറ്റായ മൂല്യബോധമാണ് കൊണ്ട് നടക്കുന്നത്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ മറ്റുള്ളവരോടൊപ്പം തന്നെ ഇതിൽ മുന്നിൽ വരത്തക്കവണ്ണം മത്സരിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കി ആ നേട്ടങ്ങളിൽ സന്തോഷിച്ച് ഒക്കെ പോകേണ്ടതല്ലേ. അതിന് പകരം ഇവിടെ നോക്ക്, ഒരു അബ്രഹാം, അവൻ കൂടാരങ്ങളിൽ പാർക്കുന്നു. മോശ നോക്കുക, ഈ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ വലുതാണ് ഈ ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത്, അല്ലെ ക്രിസ്തുവിൻ്റെ നിന്ന എന്നൊക്കെയാണ് അവൻ തെരഞ്ഞെടുത്തത് എന്ന് കണ്ട് ഈ അബ്രഹാമിൻ്റെ ആകട്ടെ മോശയുടെ ആകട്ടെ ഒക്കെ മൂല്യബോധം തലതിരിഞ്ഞ മൂല്യബോധമാണ് എന്നാണ് അന്ന് ലോകം കണക്കാക്കിയത്. കണ്ടോ, നമ്മൾ പറഞ്ഞു വന്നത് അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ടാണ് ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ. ഇന്ന് നമ്മളും ഈ മൂല്യബോധം, അതായത് അക്കരനാടിൻ്റെ ഒരു മൂല്യബോധം നമ്മൾ ഉള്ളിൽ സൂക്ഷിക്കുകയും ഇവിടെ നമ്മൾ അന്യരും പരദേശികളുമാണെന്ന് കരുതുകയും ചെയ്താൽ നമ്മളെക്കുറിച്ചും ഇന്നത്തെ സമൂഹം എന്തോ പറയും? ഇന്നത്തെ സമൂഹം പറയും, ഇവര് തലകീഴായ ഒരു മൂല്യബോധം സൂക്ഷിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരാണ് എന്ന് ആളുകള് നമ്മളെ ആ നിലയിൽ മുദ്ര കുത്താനായിട്ട് ഇടയാകും. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ എന്തരുത്, ഇവിടെയല്ല കാര്യങ്ങളെ ഉറപ്പിക്കേണ്ടത്. ഒരു ദൈവഭൃത്യൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, ഈ ലോകം എന്ന് വെച്ചാൽ നമ്മൾ അക്കരെ നാട്ടിലേക്കുള്ള ഒരു പാലമാണ് ഈ ലോകം, പാലമാണ് ഈ ലോകം. എന്നിട്ട് ആ ദൈവഭൃത്യൻ പറഞ്ഞു, പാലത്തിൽ ആരെങ്കിലും വീട് പണിയാറുണ്ടോ? ഒരു പാലം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നദിയുടെ ഒരു കരയിൽ നിന്ന് മറ്റേ കരയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനമാണ് പാലം. ആ പാലത്തിലൂടെ ആളുകൾ യാത്ര ചെയ്യുകയുള്ളൂ. അല്ലാതെ ആരെങ്കിലും ആ പാലത്തേല് ഒരു വീട് പണിത് ഈ പാലത്തേൽ അങ്ങ് സ്ഥിരതാമസമാക്കാം എന്ന് വിചാരിക്കാറുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞിട്ട് ആ ദൈവഭൃത്യൻ പറഞ്ഞു, നമ്മളും ഈ പാലത്തിൽ വീട് പണിയരുത്, ഇത് നമുക്ക് അക്കരെ നാട്ടിലേക്ക് പോകാനുള്ള ഒരു സംവിധാനം മാത്രമാണ്, ഒരു പാലം മാത്രമാണ് എന്ന് കാണണം എന്ന് പറഞ്ഞത് വ്യക്തമായി എന്ന് കരുതുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു 70 ഏറെയായ 80 വർഷങ്ങൾ. ഈ നാളുകളിൽ നമ്മളിവിടെ നമുക്ക് വീടുണ്ടായിരിക്കാം, കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, ജോലി ഉണ്ടായിരിക്കാം, സ്വന്തം വാഹനം ഉണ്ടായിരിക്കാം, ഇതെല്ലാം ഉണ്ടായിരിക്കാം. ഇതൊക്കെ നമുക്ക് നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താം, ഉപയോഗിക്കാം. പക്ഷേ ഇതൊന്നും നമ്മുടെ ഹൃദയത്തെ പിടിച്ചടക്കരുത്. നമ്മൾ ഇതിനെ ഒന്നും പൊസസ് ചെയ്യരുത്.
ഇതിലാകരുത് നമ്മുടെ താല്പര്യം. മറിച്ച് ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴും ഞാൻ ഈ നാട്ടുകാരനല്ല, ഞാനിവിടെ പ്രവാസിയാണ്, ഞാൻ പരദേശിയാണ് എന്നൊരു മനോഭാവമായിരിക്കണം നമുക്കുണ്ടായിരിക്കേണ്ടത്. നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. ആ വിശ്വാസികൾക്ക് എന്തല്ലായിരുന്നു? പഴയ നിയമഭക്തന്മാർക്കും പുതിയ നിയമഭക്തന്മാർക്കും ദൈവം വിളിച്ച അവർക്ക് ഈ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. നമുക്കോ? നമ്മൾ ഈ ലോകത്ത് തന്നെ അങ്ങ് തൃപ്തിപ്പെട്ട് ഇത് യോഗ്യമായിട്ട് അങ്ങനെ എടുക്കുകയാണോ? അങ്ങനെ എടുക്കരുത്. ഇതൊരു പാലം മാത്രമാണ്. പാലത്തെ വീട് പണിയരുത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രവാസികളാണ്, നമ്മൾ ഈ നാട്ടുകാരല്ല എന്നുള്ള കാര്യം നമ്മൾ ഉൾക്കൊള്ളണം. നമ്മൾ ഈ കാര്യങ്ങൾ നമുക്കറിയാമെങ്കിലും കാലം മുന്നോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരും യുവാക്കളും ഒക്കെയായ ആളുകൾ, അവരൊക്കെ ഈ സമൂഹം വലിയ നിലയിലുള്ള അംഗീകാരവും പല നിലയിലുള്ള അവരെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ഇന്നത്തെ സമൂഹം ചെയ്യാറുണ്ട്. അങ്ങനൊക്കെ ആണെങ്കിലും ചെറുപ്പക്കാരായ നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെ എന്ത് വിചാരിക്കണം? അവരൊക്കെ നമ്മളെ ഈ ലോകത്തിന്റെ ഭാഗമായിട്ട് കാണുകയും ഈ ലോകത്തിന്റെ ഭാഗമാക്കി നമ്മളെ തളച്ചിടാനും ഇവിടെ തന്നെ ഈ ലോകത്തിന്റെ മൂല്യബോധത്തിൽ പെട്ട് ജീവിപ്പാനും ആ നിലയില് ജോലിയിലും തൊഴിലിലും ഒക്കെ മെച്ചപ്പെട്ട പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി അന്യോന്യമുള്ള മത്സരവും കുതികാൽ വെട്ടലും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഓട്ടത്തിൽ നമ്മൾ എന്താകരുത്? നമ്മൾ അതിന്റെ ഭാഗമാകരുത്. മറിച്ച് നമ്മൾ മാറി നിൽക്കണം. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. മോശ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി. അബ്രഹാം താന് കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ഒരു കൂടാരത്തിന്റെ മനോഭാവം സൂക്ഷിച്ചവനായിരുന്നു. അല്ലാതെ അവിടെ താമസിക്കുമ്പോൾ പോലും താന് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു എന്നൊക്കെ നമ്മൾ ഇത് വായിക്കുമ്പോൾ നമ്മുടെ പുതിയ തലമുറയും ഈ ഒരു ബോധ്യത്തിൽ തന്നെ നിൽക്കണം. നിങ്ങൾക്കിവിടെ എന്തെല്ലാം കിട്ടിയാലും എന്തെല്ലാം അംഗീകാരങ്ങൾ ഉണ്ടായാലും ഇതൊരു അന്യനാടാണ്, ഇതെന്റെ നാടല്ല എന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു മനോഭാവം അബ്രഹാമിന്, മോശയ്ക്ക് ഒക്കെ ഉണ്ടായിരുന്ന, പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ഭക്തന്മാർക്കൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു മനോഭാവം നമുക്കുണ്ടായിരിക്കണം എന്നാണ് നമ്മൾ ഇതേവരെ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് ഈ ഭൂമിയിൽ വന്നപ്പോ പിശാച് യേശുവിനെ പരീക്ഷിക്കാനായിട്ട് വന്നത് നമുക്കറിയാം. അവിടെ വന്നപ്പോ അവൻ കൊണ്ടുവന്ന 3 പരീക്ഷകൾ നോക്കുക. ആ 3 പരീക്ഷകളും നമ്മൾ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ആ 3 പരീക്ഷകളും യേശുവിനെ ഈ ലോകത്തോട് തന്നെ ചേർത്ത് ഈ ലോകത്തിന്റെ ഒരു പൗരനായിട്ട് യേശുവിനെ മാറ്റാനുള്ളതായിരുന്നു പിശാച് കൊണ്ടുവന്ന 3 പരീക്ഷകളും. മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ, ലൂക്കോസ് 4-ലും തുടക്കത്തിൽ നമ്മൾ ആ ഭാഗങ്ങൾ കാണുന്നുണ്ടല്ലോ. സമയ ചുരുക്കത്തിൽ നമ്മളത് എടുത്ത് വായിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന ഭാഗങ്ങളാണ്. അവിടെ ഒന്നാമത്തെ പരീക്ഷ എന്തായിരുന്നു? അവിടുത്തെ ആ ലോകത്തിലെ, ആ ഭൂമിയിലെ കല്ല് അപ്പമാക്കി അത് ഭക്ഷിക്കുക. ഈ ലോകം വശപ്പടക്കാനുള്ള ഒന്നാക്കി മാറ്റുക. കർത്താവ് അതിനോട് പ്രതികരിച്ചത് നോക്കുക. പിശാച് പറഞ്ഞതുപോലെയല്ല. കർത്താവ് ഒന്നാമത്തെ പരീക്ഷയിൽ കർത്താവ് അതിനെ തള്ളിക്കളഞ്ഞ് പിശാചിനെ ഇളിഭ്യനാക്കിയത് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ അവിടെ അവന് ഒന്നാമത്തെ പരീക്ഷയിൽ കൊണ്ടുവന്ന തന്ത്രം എന്തായിരുന്നു? കർത്താവിനെ എങ്ങനെയും ഈ ലോകത്തെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളാക്കി കൊണ്ടുവരണം, ഈ ലോകത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ആളാക്കി കൊണ്ടുവരണം, ഈ ലോകത്തിന്റെ കല്ലുകൊണ്ട് അപ്പമുണ്ടാക്കി അതുകൊണ്ട് വിശപ്പടക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവനാക്കണം. കർത്താവിന് പിശാചിന്റെ ഈ തന്ത്രം മനസ്സിലായി. കർത്താവ് അതിന് വഴിപ്പെട്ടില്ല. നോക്കുക, അപ്പോൾ ഒന്നാമത്തെ
അവൻ്റെ പരീക്ഷ പോലും ഈ ലോകത്തോട് കർത്താവിനെ ചേർത്ത് നിർത്താനുള്ള ഒരു ആ തന്ത്രത്തിൻ്റെ തന്ത്രത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തേത് എന്തായിരുന്നു? രണ്ടാമത്തേത് അവന് കർത്താവിനെ ഈ ലോകത്തിലെ സകല രാജ്യങ്ങളും കാണിച്ചു. സകല രാജ്യങ്ങളും കാണിച്ചിട്ട് പറഞ്ഞു, എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാൻ ഇതെല്ലാം തരാം. അപ്പോൾ ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങൾ, നേട്ടങ്ങൾ, ഈ ലോകത്തിൻ്റെ മഹത്വങ്ങൾ, ഈ ലോകത്തിൽ വലുതായിട്ട് കാണുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കാണിച്ച് അതെല്ലാം കാണിച്ച് കൺമോഹം ഇതെല്ലാം കാണിച്ച് അതിൽ താല്പര്യം ജനിപ്പിച്ച് ഈ ലോകത്തിൽ നേട്ടമെന്ന് കാണുന്നതിൻ്റെ പിന്നാലെ നീയും പോവുക എന്നൊരു സന്ദേശമായിരുന്നു രണ്ടാമത്തെ പരീക്ഷ. പക്ഷേ കർത്താവ് അതിലും വീണില്ല എന്ന് നമ്മൾ കാണണം. മൂന്നാമത്തേത് അല്പം വ്യത്യാസമാണ്. ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് താഴേക്ക് ചാടുക, അങ്ങനെ ഒരു അത്ഭുതം കാണിച്ച് എല്ലാവരുടെയും അംഗീകാരവും കയ്യടിയും നേടുക. വിശേഷിച്ചും എവിടെ നിന്നാണ് ചാടുന്നത്? യഹൂദന്റെ ദേവാലയത്തിൻ്റെ ആ അഗ്രത്ത് നിന്നാ. എന്ന് വെച്ചാൽ ഒരു മതപരമായ യഹൂദ മതം മതപരമായ അംഗീകാരം. നേരത്തെ ഉണ്ടായിരുന്ന രണ്ടും ലോകത്തോട് ബന്ധപ്പെട്ടതായിരുന്നു. ഈ ലോകത്തിലെ കല്ല് അപ്പമാക്കി മാറ്റുക, ഈ ലോകത്തിലെ സകല രാജ്യങ്ങളും കാണിച്ച് വീണ് നമസ്കരിച്ചാൽ ഇത് തരാമെന്ന് പറയുക. മൂന്നാമത്തേതോ ദേവാലയത്തിൻ്റെ അഗ്രത്ത് നിന്ന് ചാടി അങ്ങനെ ആ നിലയിലുള്ള മതസമൂഹത്തിൻ്റെ ഒരു കയ്യടി, അതിലാണ് നിനക്ക് താല്പര്യമെങ്കിൽ അത് നിനക്ക് തരാം. ഇതായിരുന്നു മൂന്നാമത്തെ പരീക്ഷ. ഇന്ന് ഒന്നും രണ്ടും പരീക്ഷകൾ അതിജീവിക്കുന്ന പലരും ക്രിസ്തീയ ഗോളത്തിൽ ക്രിസ്തീയതയിൽ ആളുകളുടെ അംഗീകാരം, ആളുകളുടെ കയ്യടി, അങ്ങനെ ഒരു കെണിയിൽ പെട്ടുപോകുന്നത് കാണുമ്പോൾ കർത്താവ് ഈ മൂന്നാമത്തെ പരീക്ഷയും വിജയിച്ചത് നമ്മൾ ഓർക്കണം. ഇവിടെ നിന്ന് ആ ദേവാലയ ഗോപുരത്തിൽ നിന്ന് താഴത്തേക്ക് ചാടുക എന്ന് പറയുമ്പോൾ എന്താ? ഇന്നും നമുക്ക് കാണാൻ കഴിയും ക്രിസ്തീയതയിലെ പലയിടത്തും വലിയൊരു എക്സിബിഷണൽ സ്വഭാവമുണ്ട്. മറ്റുള്ളവരുടെ മുമ്പാകെ വലിയൊരു ഭക്തനാണെന്നും ദൈവഭക്തനാണെന്നും ദൈവം ആദരിക്കുന്നവനാണെന്നും ഒക്കെ ആളുകളെക്ക് ബോധ്യം കിട്ടത്തക്കവണ്ണം ചില പ്രകടനങ്ങൾ നടത്തുക. മൂന്നാമത്തെ പരീക്ഷ അതായിരുന്നു. നോക്കുക, ഇന്ന് ചിലരതിൽ വീണു പോകുന്നുണ്ട്. ഈ കൃത്യമായി ലോകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കല്ലും അല്ലെങ്കിൽ സകല രാജ്യങ്ങളും അങ്ങനെയുള്ള പരീക്ഷകളെ അതിജീവിക്കുന്ന പലരും പോലും എന്താ മതലോകത്ത് അല്ലെങ്കിൽ ക്രിസ്തീയ ലോകത്ത് അല്ലെങ്കിൽ വേർപെട്ട വിശ്വാസ സമൂഹങ്ങളുടെ ഇടയിൽ തന്നെ അവിടെ ആളുകളുടെ കയ്യടിക്ക് വേണ്ടിയും ആളുകളുടെ അംഗീകാരത്തിന് വേണ്ടിയും ഒക്കെ പ്രകടനാത്മകമായ പല കാര്യങ്ങൾ ചെയ്ത് താനൊരു വലിയ ദൈവഭക്തനാണ് എന്ന് ഒരു ആ നിലയിൽ ആളുകളുടെ മുമ്പിൽ സ്വയം അങ്ങനെ അവതരിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ആളുകളുടെ ബഹുമാനം ആസ്വദിച്ച് കണ്ടോ, അത് പിശാചു കൊണ്ടുവന്ന മൂന്നാമത്തെ തന്ത്രമാണ്. പ്രിയപ്പെട്ടവരെ, ഈ മൂന്നിടത്തും കർത്താവ് വിജയിക്കാൻ കർത്താവിനെ സഹായിച്ച ആ മനോഭാവം എന്തായിരുന്നു? ഇതൊന്നും എൻ്റേതല്ല, ഈ ലോകത്തിലെ കല്ല് അപ്പമാക്കുന്നത് അല്ലെങ്കിൽ ഈ ലോകത്തെ സകല രാജ്യങ്ങളിലെയും നേട്ടം എനിക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ മതലോകത്തെ കയ്യടി അതിനായിട്ട് ജീവിക്കുന്നത്, ഈ ലോകത്തിൽ ഞാനൊരു അന്യനും പരദേശിയുമാണ്. എൻ്റെ പിതാവ് ഇവിടെ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ, അല്ലാതെ ഞാൻ ഈ ലോകക്കാരനല്ല എന്നൊരു മനോഭാവം യേശു സൂക്ഷിച്ചത് കൊണ്ടാണ് യേശുവിന് അത് ജയിക്കാൻ കഴിഞ്ഞത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത് അബ്രഹാം താന് ആ നിലയിൽ ഒരു അന്യനും പരദേശിയും എന്ന് കണ്ടു. മോശ ആ നിലയിൽ കണ്ടു. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ പറഞ്ഞ വിശ്വാസികൾ പിതാക്കന്മാരൊക്കെയും ആ മനോഭാവം തന്നെ പുലർത്തി. കർത്താവും
ആ മനോഭാവം പുലർത്തി പിശാചിന്റെ മേലെ ജയം കൊണ്ടാടി എന്നാണ് നമ്മൾ മത്തായി 4-ലും ലൂക്കോസ് 4-ലും വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെ സംബന്ധിച്ചും കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന അതേ തന്ത്രമൊക്കെ പിശാച് നമ്മുടെ അടുത്തും കൊണ്ടുവരാം. എങ്ങനെയും നമ്മളെ ഈ ലോകത്തിന്റെ മൂല്യങ്ങളോട് ചേർത്ത് നിൽക്കുക, ഈ ലോകത്തിന്റെ ആളാക്കി നിർത്തുക. അതിനുവേണ്ടി അവൻ പല നിലയിൽ ശ്രമിച്ചെന്നിരിക്കാം. അപ്പോഴൊക്കെ നമ്മൾ എന്ത് പറയണം? ഞാൻ അന്യനും പരദേശിയുമാണ്, പ്രവാസിയാണ്, അന്യനാണ്, ഈ നാട്ടുകാരനല്ല. ഈ ലോകത്തിന്റെ മൂല്യങ്ങളോടൊപ്പമല്ല ഞാൻ പോകുന്നത്. ഈ ലോകത്തിന്റെ മൂല്യങ്ങളെ കീഴ്മേൽ മറിക്കുന്നവനായിട്ട്, നിത്യതയുടെ കാഴ്ചപ്പാടുള്ളവനായിട്ട്, നിത്യതയുടെ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നവനായിട്ട് ഞാനായിരിക്കും. അല്ലാതെ ഈ ലോകം, അതിൻ്റെ മൂല്യങ്ങൾ എന്നെ സ്വാധീനിക്കുകയില്ല. കർത്താവ് ഈ കാര്യത്തിൽ എനിക്ക് വഴി കാണിച്ചിട്ടുണ്ട് എന്നുള്ള നിലയിൽ നമ്മൾ ഈ കാര്യത്തെ ഗൗരവത്തോടെ എടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആട്ടെ, ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ശരിക്കും ഇവിടെ ഒരു പ്രവാസിയോ പരദേശിയോ ആയിട്ട് ജീവിക്കാൻ കഴിയുന്നത്? അതിന് ആ ഒരു പ്രവാസിയുടെ പരദേശിയുടെ മനോഭാവം സൂക്ഷിക്കാൻ നമ്മൾ പ്രായോഗികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ഭാഗം നമുക്ക് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ കാണാൻ കഴിയും. ഈ ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ തന്നെ ശരിക്കും ഒരു പ്രവാസിയുടെയോ പരദേശിയുടെയോ മെന്റാലിറ്റി, മനോഭാവം സൂക്ഷിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് അതിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന കാര്യങ്ങളെ നമ്മൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാൽ, അല്ലെങ്കിൽ ആ നിലയിൽ മുന്നോട്ട് പോയാൽ നമുക്കിവിടെ ഈ ലോകത്ത് ജീവിതത്തിൻ്റെ അവസാന നാൾ വരെ ഒരു പ്രവാസിയായിട്ടും പരദേശിയായിട്ടും തന്നെ ജീവിക്കാനായിട്ട് കഴിയും. നമുക്ക് ആ ഭാഗങ്ങളൊന്ന് വായിക്കാം. കൊലോസ്യർ 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ മുകളിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യാസമായിട്ട് നമുക്കതിലേക്ക് കടക്കാൻ സമയമില്ല. നമുക്ക് വേഗത്തിൽ ഈ ഭാഗം വായിക്കാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗം നമ്മൾ ഒന്ന് നിർത്തി കുറച്ചുകൂടെ വിശദമായിട്ട് ആഴത്തിൽ ഒന്ന് പഠിച്ചാൽ നമുക്കതിൽ 3 കാലങ്ങൾ കണ്ടെത്താൻ കഴിയും. 3 കാലങ്ങളിൽ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, സൂചനയുണ്ട്. എന്താ ഇവിടെ പറയുന്നത്? ഒന്നാമത്തേത് അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ക്രിസ്തുവിനോടുകൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എവിടെയാ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്? ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ എന്ത് വേണം? ക്രിസ്തുവിനോടുകൂടെ മരിക്കണം. ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് ഇരിക്കുന്നു. ഇതാണ് നമ്മുടെ ഭൂതകാലം. നമ്മളപ്പോൾ ഇപ്പം എന്താ, ഈ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമ്മൾ ക്രിസ്തുവിനോടൊപ്പം മരിച്ചവരാണ്, ക്രിസ്തുവിനോടൊപ്പം ഉയർത്തവരാണ്. ക്രിസ്തുവിനോടൊപ്പം ഉയർത്താൽ നമ്മൾ എവിടെ ആയിരിക്കുന്നത്? ക്രിസ്തുവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എന്നിട്ട് നമ്മൾ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. അവിടാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ വായിക്കാറുണ്ടല്ലോ, ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പിന്നെ നമ്മൾ ഈ ലോകക്കാരനല്ല, നമ്മൾ ക്രിസ്തുവിനോടൊപ്പം പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമ്മളായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ
നമ്മൾ കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചപ്പോൾ നമ്മൾ എന്ത് സംഭവിച്ചു? നമ്മൾ ഈ ലോകത്തിന് മരിച്ചു, ഈ ലോകത്തിന്റെ മൂല്യങ്ങൾക്ക് മരിച്ചു. ഇതാണ് നമ്മൾ കൊലോസ്യർ 3:1 വാക്യത്തിൽ വായിക്കുന്നത്. അത് നമ്മുടെ വിശ്വാസികളായ നമ്മുടെ ഭൂതകാലത്തിൽ നടന്ന കാര്യമാണ്. നമ്മൾ 10 വർഷം മുമ്പായിരിക്കാം ചിലർ രക്ഷിക്കപ്പെട്ടത്, ചിലർ 15 വർഷം മുമ്പായിരിക്കാം, ചിലർ ചില മാസങ്ങൾക്ക് മുമ്പായിരിക്കാം. എപ്പോഴാണെങ്കിലും നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ സംഭവിച്ചത്? നമ്മൾ ഈ ലോകത്തിന് മരിച്ചു, കർത്താവിനോടൊപ്പം മരിച്ചു, കർത്താവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തില് ആ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് സമയച്ചുരുക്കം മൂലം വായിക്കുന്നില്ല. എങ്കിലും ആ ഭാഗം വായിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും നമ്മളെന്താ, നമ്മൾ കർത്താവിനോടൊപ്പം നമ്മൾ മരിച്ച് ഈ ലോകത്തിനും അതിൻ്റെ കാലഗതിക്കും അതിനെല്ലാം നമ്മൾ ആ നിലയിൽ നമ്മൾ ഒരു കാലത്ത് അതിനോടൊക്കെ ഒപ്പമായിരുന്നു. പക്ഷേ നാം അതിനെല്ലാം മരിച്ച് കർത്താവിനോടൊപ്പം നമ്മൾ ഉയർത്തെഴുന്നേറ്റു. അതിൻ്റെ 7-ാമത്തെ വാക്യം നോക്കുക. എഫേസ്യർ 2:7 വാക്യം. ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നമ്മളെ സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ 5-ാമത്തെ വാക്യം നോക്കുക. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് എത്ര നേരം വേണമെങ്കിലും വിശദമായിട്ട് ഈ കാര്യങ്ങൾ ചിന്തിക്കാം. പക്ഷേ സമയച്ചുരുക്കം മൂലം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മളെന്താ? നമ്മൾ ഈ പാപത്തിന്, ഈ ലോകത്തിൻ്റെ മൂല്യങ്ങൾക്ക് മരിച്ചു. നമ്മൾ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ ഉയർപ്പിൻ്റെ ഒരു പ്രകടമായ ഒരു പരസ്യ സാക്ഷ്യമെന്നുള്ള നിലയിൽ നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ, വെള്ളത്തിൽ നിന്ന് നമ്മളെ ഉയർപ്പിച്ചപ്പോൾ എന്താ? കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഒരു തെളിവ് പോലെയാണ്. അപ്പം നമ്മളിപ്പോൾ ഉയർത്തെഴുന്നേറ്റു, പക്ഷേ നമ്മളെ ഇരുത്തിയിരിക്കുന്ന സ്വർഗത്തിലാണ്. ഈ ലോകത്തോട് ബന്ധമില്ല, ഈ ലോകത്തിന് മരിച്ചു. കണ്ടോ? നമ്മുടെ ഭൂതകാലം ഇവിടെ കൊലോസ്യർ 3:1 നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ആ ഭൂതകാലത്തിൽ നമ്മൾ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു ക്രിസ്തുവിനോടുകൂടെ. ഇപ്പം നമ്മൾ എഫേസ്യർ 2:7 വായിച്ചതുപോലെ കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ഇരുത്തപ്പെട്ട ഒരവസ്ഥയിലാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഭൂതകാലം നമ്മളോട് പറയുന്നത് എന്താ? നമ്മൾ ഈ ലോകത്തിന് മരിച്ചവരാണ്, ഈ ലോകക്കാരല്ല. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ പ്രവാസികളും പരദേശികളുമാണ്. അടുത്ത ഭാഗം നോക്കാം. അവിടെ ആ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ അതിന് ഭൂതകാലത്തെക്കുറിച്ച് പറഞ്ഞു, ഭാവി കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 3:4 വാക്യം നോക്കുക. കൊലോസ്യർ 3:4. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. എപ്പോഴാണ് നടക്കുന്നത്? ഭാവിയിലാണ് നടക്കുന്നത്. കർത്താവിൻ്റെ 2-ാം വരവിലാണ് നടക്കുന്ന കാര്യമാണ്. നമ്മൾ തേജസ്സിൽ വെളിപ്പെടും. അതാണ് നമ്മുടെ ഭാവികാലം. ഭാവികാലം ദൈവം അവിടുന്ന് വരുമ്പോൾ നമ്മൾ അവനോടൊപ്പം എന്നുമായിരിക്കും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനോട് സദൃശ്യന്മാരാകും. 1 യോഹന്നാൻ 3:2 നമുക്കറിയാം. അപ്പൊ നോക്കുക, ദൈവം നമ്മളെ ആ നിലയിൽ ഒരു ഭാവി പ്രത്യാശ തന്നിരിക്കുന്നു. ദൈവത്തോടൊപ്പം എന്നും നിത്യതയിലായിരിക്കും. അവിടെയും എന്തില്ല? അവിടെയും ഈ ലോകത്തോട് ബന്ധമില്ല. കണ്ടോ? നമ്മൾ പറഞ്ഞു വന്നത്, നമ്മുടെ ഭൂതകാലം നോക്കിയാൽ നമ്മൾ ലോകത്തോട് വേർപെട്ടു. അതുകൊണ്ട് ഭൂതകാലം അനുസരിച്ച് ഇന്ന് നമ്മൾ ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അന്യരും പരദേശികളുമാണ്. നമ്മുടെ ഭാവികാലം സംബന്ധിച്ചോ? ഭാവികാലം കൊലോസ്യർ 3:4 നമ്മൾ വായിക്കുന്നത്.
നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, വെളിപ്പെട്ടില്ല, ഭാവിയിൽ വെളിപ്പെടും. വെളിപ്പെടുമ്പോൾ നമ്മളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും, നിത്യതയിലായിരിക്കും. ദൈവത്തോടൊപ്പം എന്നുമായിരിക്കും. ഈ ലോകത്തിൽ അന്നും നമുക്ക് എന്തില്ല, ഒരു ബന്ധവുമില്ല. അപ്പൊ നമ്മുടെ ഭൂതകാലത്തിൽ ഈ ലോകത്തിൽ നിന്ന് നമ്മളെ മാറ്റി, ഭാവി കാലത്തിൽ ഈ ലോകത്തോട് നമുക്ക് ബന്ധമില്ല. ഇന്ന് വർത്തമാനകാലത്തിലോ ആ കാര്യം നമുക്ക് നോക്കാം. അവിടെ വർത്തമാനകാലത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്ന ഒരു പ്രയോഗം 3-ന്റെ 3-ാമത്തെ വാക്യം, നിങ്ങളുടെ ജീവൻ, ഇന്ന് നിങ്ങളുടെ ജീവനുണ്ട്, നിങ്ങൾക്ക് ജീവനുണ്ട്, നിങ്ങൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. കൊലോസ്യർ 3-ന്റെ 3. നിങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ ജീവിക്കുമ്പോഴും എന്താ അവിടെ പറയുന്നത്? കൊലോസ്യർ 3-ന്റെ 3 എന്താ പറയുന്നത്? നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മളിവിടെ ജീവിക്കുന്നുണ്ട്, പക്ഷേ നമ്മളെന്താ, നമ്മൾ ഈ ലോകത്ത് പോവുകയും ജോലി ചെയ്യുകയും ഇതിലെ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അപ്പോഴേ ഈ വർത്തമാനകാലത്തിലും നമ്മൾ ഈ ലോകക്കാരല്ല, ഈ നാട്ടുകാരല്ല. പ്രിയപ്പെട്ടവരെ, കണ്ടോ? അതുകൊണ്ട് എന്താ, ഇന്ന് നമ്മൾ ജീവിക്കുമ്പോൾ അവിടെ ചില കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. 3-ന്റെ 2, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കണം. 3-ന്റെ 1-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിക്കണം. കണ്ടോ? അപ്പോൾ നമ്മൾ ഈ കൊലോസ്യർ 3-ാം അധ്യായത്തിലെ 4 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാഴ്ചപ്പാട് എന്താ? നമ്മുടെ ഭൂതകാലത്തിൽ ദൈവം നമ്മളെ ഈ ലോകത്തിൽ നിന്നും മാറ്റിയിരിക്കുന്നു, ലോകക്കാരല്ല, ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ട അവസ്ഥയാണ്. ഭാവി കാലത്തിൽ ക്രിസ്തുവിനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അപ്പോഴും ലോകത്തിന് നമ്മുടെ മേൽ പിടിയൊന്നുമില്ല. ഇന്ന് വർത്തമാനകാലത്തിൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്, പക്ഷേ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ജീവൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. ഇതേ കാര്യം പറയുന്ന ഒരു പ്രസിദ്ധമായ വാക്യം ഗലാത്യർ 2-ന്റെ 20 ഗലാത്യർ 2-ന്റെ 20 നമുക്കറിയാമല്ലോ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് പറയുക, നമ്മൾ ഈ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. കണ്ടോ? ഗലാത്യർ 2-ന്റെ 20 പറയുന്നത് നമ്മുടെ ഭൂതകാലത്തിൽ നമ്മൾ ഈ ലോകത്തിന്റെ മൂല്യങ്ങൾക്കും ക്രൂശിക്കപ്പെട്ടു. ഇന്ന് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്, പക്ഷേ ഈ ലോകത്ത് ഈ ജഡത്തിൽ ജീവിക്കുന്നെങ്കിലും ഞാന് അല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അപ്പൊ എന്താ ഇതെന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്നത്? എന്താ, നമ്മള് ഇവിടെ അന്യരും പരദേശികളുമാണ്. നമ്മുടെ ഭൂതകാലത്തിൽ നമ്മളെ ഈ ലോകത്ത് നിന്ന് മാറ്റി, അവിടെ നമ്മൾ അന്യരും പരദേശികളുമായി ഈ ലോകത്തിൽ. ഭാവി കാലത്തിൽ തേജസ്സിൽ വെളിപ്പെടുന്ന കർത്താവിനോടൊപ്പം നമ്മളായിരിക്കും. അന്നും ഈ ലോകത്തോട് നമുക്ക് ബന്ധമില്ല. ഇന്ന് വർത്തമാനകാലത്തിൽ നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ ഞാനിപ്പോൾ ജഡത്തിൽ ജീവിക്കുന്നതോ ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താലാണ് ജീവിക്കുന്നത് സത്യത്തിൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ എൻ്റെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ മറഞ്ഞിരിക്കുന്നു എന്ന് കൊലോസ്യർ 3-ന്റെ 3-ലും പറഞ്ഞിരിക്കുമ്പോൾ കണ്ടോ, ഇന്ന് വർത്തമാനകാലത്തിലും നമ്മളിവിടെ അന്യരും പരദേശികളുമാണ്. അതുകൊണ്ട് തന്നെ എന്ത് വേണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു? നമ്മുടെ അന്വേഷണം ഉയരത്തിലുള്ളതായിരിക്കണം, നമ്മുടെ ചിന്ത ഉയരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചായിരിക്കണം. ഇതെല്ലാമാണ് അവിടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ആ നിലയിലായിരിക്കുന്നു. നമ്മളെ കണ്ടോ? നമ്മൾ പറഞ്ഞു വന്നത്, നമ്മളിവിടെ അന്യരും പരദേശികളുമാണെന്ന് പറഞ്ഞു വന്നപ്പോൾ ഇത് കേവലം യാദൃച്ഛികമായിട്ട് അങ്ങ് വന്നതല്ല, മറിച്ച് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പ്ലാൻ അതാണ്. നമ്മളിവിടെ 70-80 വർഷം ജീവിച്ചെന്നിരിക്കാം, പക്ഷേ നമ്മൾ ഇവിടുത്തുകാരല്ല.
നമ്മളെ ഉയരത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഉയരത്തിൽ ഇരിക്കുമ്പോൾ എന്താ, ഉയരത്തിൽ ഇരുന്ന് നോക്കുമ്പോൾ ഇവിടെ താഴെ ഭൂമിയിലുള്ളതൊക്കെ എന്താ, ചെറുതായിട്ട് തോന്നും. നമ്മൾ സത്യത്തിൽ കർത്താവിനോടൊപ്പം വിശ്വാസത്തിൽ ദൈവത്തോടൊപ്പം ഈ ലോകക്കാരല്ലാതെ മാറിയോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്? ഈ ലോകത്തിന്റെ മഹത്വമൊക്കെ നമുക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഉയരത്തിലിരുന്നാണ് ഈ ലോകത്തെ കാണുന്നത്. അപ്പോ മുകളിലിരുന്ന് കാണുമ്പോൾ ഈ താഴെയുള്ള കാര്യങ്ങൾ ചെറുതായിട്ട് തോന്നും. അതുപോലെ ഇവിടുത്തെ കാര്യങ്ങളിൽ ഒത്തിരി ഏർപ്പെട്ടാൽ അതുകൊണ്ട് ഗുണമില്ല എന്നുള്ളത് നമ്മൾ കണ്ടെത്തും. ഇസ്രായേൽ മക്കളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ടല്ലോ, ഏറെ പെറുക്കിയവൻ ഏറെയും കുറെ പെറുക്കിയവന് കുറേയും കണ്ടില്ല. നമ്മൾ ഈ ലോകക്കാരല്ലാതെ അതിനെ മാറി നിന്ന് സ്വർഗത്തിന്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ കാര്യങ്ങളെ കാണുമ്പോൾ ഇവിടെ ഈ ലോകക്കാർ വലുതെന്ന് കാണുന്ന പല കാര്യങ്ങളോടും നമുക്ക് അതിനെ ചെറുതായിട്ട് കാണും, നിസ്സാരമായിട്ട് കാണും. അതുപോലെ തന്നെ ആ പെറുക്കി കൂട്ടാനുള്ള ആ മത്സരത്തിൽ നമ്മൾ മറ്റുള്ള ആളുകളോട് കൂടിച്ചേരുകയില്ല. കാര്യം ഇവിടെ ഏറെ പെറുക്കിയവന് ഏറെയും ഇല്ല, കുറെ പെറുക്കിയവന് കുറേയും ഇല്ല. ഇത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്, കുറച്ചു നാളത്തേക്ക് മാത്രമുള്ള ഒന്നാണ് എന്ന് ഇതിന്റെ നിഷ്ഫലത മുകളിൽ നിന്ന് നോക്കുമ്പോഴേ വേണ്ടതുപോലെ കാണുകയുള്ളൂ. ഒരു കാര്യത്തെ ഉയരത്തിൽ നിന്ന് നോക്കുമ്പോഴാണ് അതിനെ വേണ്ടതുപോലെ കാണാൻ ഒക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ വായിച്ചു, കൊലോസ്യർ 3 നമ്മൾ വായിച്ചു, ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ. ഉയരത്തിലുള്ളത് ചിന്തിക്കുമ്പോൾ, ഉയരത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ ലോകത്തിലെ കാര്യങ്ങൾ ചെറുതായിട്ടും നിസ്സാരമായിട്ട് കാണും. ഇത് നമ്മളെ സ്വാർത്ഥതയിൽ നിന്ന് ഒത്തിരി വിടുവിക്കും. സ്വാർത്ഥത എന്താ? ഇന്ന് ഇവിടെ ഉള്ള പലതും ഇതെനിക്കാണ് എന്ന് പറഞ്ഞ ആളുകൾ അതിനെ കൈയടക്കുമ്പോൾ നമ്മൾ ആ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കും. അപ്പൊ കണ്ടോ, നമ്മൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ? ഇതിനെ ചെറുതായിട്ട് കാണുന്നുണ്ടോ? ഈ പെറുക്കി കൂട്ടാനുള്ള ആ മത്സര ഓട്ടത്തിൽ നമ്മൾ മറ്റുള്ളവരോട് ചേർന്ന് മത്സരിക്കാതെ മാറി നിൽക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ എന്തുണ്ട്, നമുക്ക് ഉയരത്തിൽ നിന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ നേടിയിട്ടുണ്ട് എന്ന് ഈ കാര്യങ്ങളാണ് തെളിയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടോ? നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. അതുപോലെ ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ലോകത്ത് പ്രവാസികളും പരദേശികളുമാണെന്നാണ് പറഞ്ഞു വന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വന്തം നാട് ഏതാണ്? അത് തീർച്ചയായും നിത്യതയാണ് നമ്മുടെ സ്വന്തം നാട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രവാസി ആയിരിക്കുമ്പോൾ നമ്മൾ എന്തോ വേണം? ആ സ്വന്തം നാടിനു വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം. കണ്ടോ, ഇന്ന് ലോകത്തിലെ സംഭവങ്ങളൊക്കെ കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും ആസന്നമായി എന്ന് വിളിച്ചറിയിക്കുക. കൊലോസ് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം നമുക്കറിയാമല്ലോ. 4-ാം അധ്യായത്തിലെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ നിത്യതയുടെ ഒരു കാഴ്ചപ്പാട് ഇന്ന് ഈ ലോകത്ത് പ്രവാസികളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. എന്നിട്ട് അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നത്, 1 തെസ്സലോനിക്കർ 4:18, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. അപ്പോ ഈ ലോകത്തെ പ്രവാസിയും പരദേശിയുമായിട്ട് നമ്മൾ ആയിരിക്കുമ്പോൾ ഈ ലോകത്തിലെ ഒന്നും കൊണ്ടല്ല നമ്മൾ ആശ്വസിക്കുന്നത്. മറിച്ച് എന്തുകൊണ്ടാ? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ വന്ന് നമ്മളെ നിത്യതയിലാക്കും. കർത്താവിനോടൊപ്പം നമ്മൾ എന്നേക്കും ഇരിക്കും. ഈ വരാൻ പോകുന്ന ഭാഗ്യാവസ്ഥയെ പേർത്തും ഹൃദയത്തിൽ ചിന്തിച്ചും താലോലിച്ചും ഈ വചനങ്ങളെ കൊണ്ട്
അന്യോന്യം ആശ്വസിപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ നിലയിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഒരു നിത്യതയെക്കുറിച്ചുള്ള ചിന്തയും കാഴ്ചപ്പാടും അതിനായിട്ടുള്ള ഒരുക്കവും നമുക്കുണ്ടെങ്കിലേ നമ്മൾ ഈ ലോകത്തെ അന്യനാടായിട്ട് കണ്ടിട്ടുള്ളൂ. വരാൻ പോകുന്ന ഒരു നാടിനു വേണ്ടി നമ്മൾ ഒരുങ്ങുന്നുള്ളൂ എന്നുള്ള കാര്യം അവിടെ വ്യക്തമാവുകയുള്ളൂ. ഞാൻ ഈ നിലയിലെ കർത്താവ് വന്ന് നമ്മളെ സഭയെ ചേർക്കാറായി എന്നാണ് ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നത്. ഏത് നിമിഷവും ആ കാര്യങ്ങൾ സംഭവിക്കാം. ആ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ എന്ത് വേണം? ഈ കാര്യങ്ങളെ കൊണ്ട് ഹൃദയത്തെ ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ എന്ന് പറയുമ്പോൾ തന്നെ അതിനായിട്ട് ഒരുങ്ങേണ്ട ഒരു ചുമതലയും നമുക്കുണ്ട്. ഒരുങ്ങുക എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ നിത്യതയിൽ ചെല്ലുമ്പോൾ, അവിടെ ദൈവസന്നിധി ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതം അത് എങ്ങനെയായിരുന്നു എന്നതിനൊരു കണക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങണം എന്ന് പറയുമ്പോൾ നമുക്ക് ആ നിലയിലൊരു നമ്മുടെ ജീവിതത്തെ നമ്മൾ സൂക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വവും അത് നമുക്ക് തരുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം നോക്കുക. കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള ഒരു വാക്യമാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായിരിക്കണം. നമ്മളെന്ത് വേണം? ഈ ക്രിസ്തുവിൻ്റെ നാള്, കർത്താവിൻ്റെ 2-ാം വരവ്, നമ്മളിവിടെ പ്രവാസികളാണെങ്കിൽ കർത്താവിൻ്റെ 2-ാം വരവിന് വേണ്ടി എപ്പോഴും ഒരുങ്ങുന്നവരായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കണം? നമ്മൾ നിർമ്മലന്മാര്, നമ്മിൽ തന്നെ പ്യുവർ ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം. അതുപോലെ ഇടർച്ചയില്ലാത്തവര്, ലോകത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ബ്ലെയിംലെസ്, അവർക്ക് നമ്മളെക്കുറിച്ചൊരു ആരോപണം പറയാൻ ഇടയാകാതായിരിക്കണം. ഇപ്പൊ 2 മേഖലകളാണ്. ഒന്ന്, നമ്മിൽ തന്നെ നമ്മൾ പ്യുവർ ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം. സിൻസിയർ എന്ന പ്രയോഗത്തെക്കുറിച്ച് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. സിൻസിയർ എന്ന പ്രയോഗം ഇംഗ്ലീഷിലെ ഗ്രീക്കിൽ നിന്നാണ് സിൻസിയർ എന്ന വാക്ക് വന്നിട്ടുള്ളത്, അവർ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് കേട്ടിട്ടുള്ളത്. അത് 2 വാക്കുകൾ ചേർന്നാണ് അത്ര സിൻസിയർ വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ നിർമ്മലന്മാർ, ഒരു കുറ്റവും പറയാനില്ലാത്തവർ, അവരുടെ ഉള്ളിൽ തന്നെ നോക്കിയാൽ ഒരു തെറ്റും പറയാനില്ലാത്തവർ, നിർമ്മലന്മാർ, സിൻസിയർ. സിനിസെറ എന്ന 2 വാക്കുകൾ ചേർന്നാണ് സിൻസിയർ എന്ന വാക്കുണ്ടായിട്ടുള്ളത്. സിനിസെറ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രീക്കിൽ അതിനെക്കുറിച്ച് പറയുന്നത്, സിനിസെറ എന്ന് പറഞ്ഞാൽ മെഴുക ഇല്ല എന്നാണ്. സിനി എന്ന് പറഞ്ഞാൽ നോ, സെറ എന്ന് പറഞ്ഞാൽ വാക്സ്, നോ വാക്സ്, മെഴുകില്ല. മെഴുകില്ല എന്ന് പറയുന്നതാണ് സിൻസിയർ. അതിൽ നിന്നാണ് പോലും സിനിസെറ, സിൻസിയർ എന്ന വാക്കുണ്ടായത്. ഇതിന് കാരണമായിട്ട് അന്നത്തെ കാലത്ത് ഗ്രീക്കിൽ ഉണ്ടായിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാറുണ്ട്. അതാണ് ഞാൻ കഥയെന്ന് പറഞ്ഞത്. അവിടെ ആളുകൾ എന്തുണ്ടാക്കും? ആളുകൾ പാത്രങ്ങൾ ഉണ്ടാക്കും. പാത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ പാത്രങ്ങൾ ആ നിലയിൽ അവർ വാർത്തുണ്ടാക്കി കഴിയുമ്പോൾ ചില തട്ടാന്മാർ അത്ര എക്സ്പേർട്ട് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അവർ എടുത്തു നോക്കുമ്പം ആ പാത്രത്തിൽ ചെറിയ ചില സുഷിരങ്ങളോ കിഴുത്തകളോ ഉണ്ടെന്ന് വരും. പക്ഷെ സുഷിരമോ ഉള്ള ഒരു പാത്രം ആരെങ്കിലും വാങ്ങുമോ? ആരും വാങ്ങുകയില്ല. അതുകൊണ്ട് ഈ തട്ടാന്മാരൊരു വിദ്യ ചെയ്യും. ഇവര് വാർത്തുണ്ടാക്കി, ഈ പാത്രം വാർത്തുണ്ടാക്കി ഇതെങ്ങനെയും വിൽക്കണമല്ലോ. ഇതിൻ്റെ സുഷിരങ്ങൾ ആളുകൾ കണ്ടാൽ അത് വാങ്ങുകയില്ല. അതുകൊണ്ട് സുഷിരങ്ങൾ അടയ്ക്കാൻ വേണ്ടി അവരൊരു കാര്യം ചെയ്യും. അവരതേലെ മെഴുക് പുരട്ടും. മെഴുക് നന്നായിട്ട് പുരട്ടുമ്പോൾ ഈ ചെറിയ സുഷിരങ്ങളെല്ലാം അടഞ്ഞു പോകും. അപ്പോൾ പാത്രം വാങ്ങാൻ വന്ന ആള് ഈ മെഴുക് പുരട്ടിയ പാത്രവും അത് നല്ല പാത്രമാണെന്ന് വിചാരിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകും. ഇങ്ങനെ പല ആളുകൾ കബളിപ്പിക്കപ്പെട്ടപ്പോൾ ആളുകൾ പിന്നീട് ഇവിടെ പാത്രം വാങ്ങാൻ വരുമ്പോൾ എന്തോ ചെയ്യും? അവര് ആ പാത്രം സൂര്യപ്രകാശത്തിലോ തീയുടെ പ്രകാശത്തിലോ പിടിച്ച് ചില നേരം പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എന്താ? പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിൻ്റെ അകത്ത് മെഴുക് പുരട്ടിയിട്ടുണ്ടെങ്കിൽ ആ മെഴുക് ഉരുകി ആ സുഷിരങ്ങൾ കാണും. സുഷിരങ്ങൾ കണ്ടാൽ അവർ ആ പാത്രം ഉപേക്ഷിച്ചു പോകും.
അതേസമയം അവരെ കുറച്ചു നേരം ആ തീയുടെ അവിടെ പിടിച്ചിട്ടും അത് ആ നിലയിൽ സുഷിരങ്ങൾ രൂപപ്പെട്ടില്ലെങ്കിൽ അവരെന്തോ പറയും? സിനീസെറ എന്ന് പറയും. എന്ന് വെച്ചാൽ നോ വാക്സ്, പാത്രം നല്ലതാണ്, സുഷിരങ്ങളില്ലാത്തതാണ്, നമുക്ക് വാങ്ങാം എന്ന് പറയും. അങ്ങനെയാണ് നോ വാക്സ് എന്ന് പറയുന്ന സിനീസെറ എന്ന പ്രയോഗം ഉണ്ടായതും അതിൽ നിന്നാണ് ഇംഗ്ലീഷിലെ സിൻസിയർ എന്ന വാക്കുണ്ടായതും എന്നുമാണ് കഥ. പ്രിയപ്പെട്ടവരെ, കഥ അവിടെ ഇരിക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ ഉള്ളിൽ സിൻസിയർ ആയിരിക്കണം. നമ്മൾ അതിൻ്റെ അകത്ത് കാപട്യങ്ങൾ ഉണ്ടാകരുത്. നമുക്ക് തീർച്ചയായിട്ടും ആ നിലയിൽ ജീവിപ്പാൻ കർത്താവിൻ്റെ വലിയ കൃപയുണ്ടായാലേ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി ഉണ്ടായാലേ പറ്റുള്ളൂ. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? ക്രിസ്തുവിൻ്റെ നാളിലേക്ക് നിങ്ങൾ സിൻസിയർ ആയിരിക്കണം, നിർമ്മലന്മാരായിരിക്കണം. അതുപോലെ തന്നെ ഇടർച്ചയില്ലാത്തവരും ബ്ലെയിംലെസ്സും ആയിരിക്കണം. നമ്മൾ പറഞ്ഞു വന്ന ചിന്തകളെ നമുക്ക് ഇങ്ങനെ ക്രോഡീകരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്താ പറഞ്ഞു വന്നത്? അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു വന്നു. 1 പത്രോസ് 2:11 നമ്മൾ കണ്ടു, നമ്മൾ പ്രവാസികളും പരദേശികളുമാണെന്ന് കണ്ടു. ഓ, നമ്മൾ ശരിക്കും പ്രവാസികളും പരദേശികളുമായിട്ട് നിൽക്കുന്നുണ്ടോ? അബ്രഹാം, മോശ തുടങ്ങിയ പഴയ നിയമഭക്തന്മാർ പോലും ദൈവം ആഗ്രഹിച്ചത് അവരെ ഈ ലോകക്കാരായിരിക്കരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ ലോകത്ത് അന്യരും പരദേശികളുമായിരുന്നു. കർത്താവിൻ്റെ അടുത്ത് പിശാച് കൊണ്ടുവന്ന പരീക്ഷകൾ അവനെ ഈ ലോകത്തോട് തളച്ചു നിർത്താനായിരുന്നു. കർത്താവ് അതിൽ വിജയിച്ചു. നമ്മൾ ഈ പരീക്ഷയിൽ നിന്ന് വിജയിച്ച് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവീക മൂല്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരാകുന്നുണ്ടോ? കൊലോസ്യർ 3-ാം അധ്യായത്തിൽ നിന്ന് ആദ്യത്തെ 4 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. നമ്മുടെ ഭൂതകാലത്തിൽ നമ്മൾ ഈ ലോകത്ത് അന്യരും പരദേശികളുമാക്കി കർത്താവ് നമ്മളെ മാറ്റി. ഭാവിയിലെ കർത്താവ് വെളിപ്പെടുമ്പോൾ നമ്മൾ ഈ ലോകക്കാരല്ലാതെ നിത്യതയിലെ കർത്താവിനോടൊപ്പമായിരിക്കും. ഇന്ന് വർത്തമാനകാലത്തിൽ നമ്മൾ എന്താ? ഈ ലോകത്തോട് വേർപെട്ട് കർത്താവിൽ മറയപ്പെട്ടവരായിട്ട് ഈ ലോകത്ത് ജീവിക്കുന്നെങ്കിലും ഈ ലോകക്കാരല്ലാതെ ജീവിക്കണം. ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും ഉയരത്തിലുള്ളത് ചിന്തിക്കുകയും വേണം. അതുപോലെ തന്നെ കർത്താവിൻ്റെ വരവാസന്നമായി കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുന്നവരുമായിരിക്കണം. കാര്യം നമ്മളിവിടെ പ്രവാസികളും പരദേശികളുമാണ്. നമുക്കൊരു നിത്യനാടുണ്ട്. ആ നിത്യനാടിന് വേണ്ടി നമ്മൾ എങ്ങനെയാ ഒരുങ്ങേണ്ടത്? സിൻസിയർ ആയിരിക്കണം, ബ്ലെയിംലെസ് ആയിരിക്കണം. നമ്മൾ മെഴുക് ഇല്ലാത്തവരായിട്ട്, ആ നിലയിലെ ഒരു അഭ്യാസങ്ങളും അടവുകളും ഒന്നും ഇല്ലാത്തവരായിട്ട്, സിൻസിയറായിട്ട്, പ്യുവറായിട്ട് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കണം. ദൈവം ഇതെല്ലാമാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ അന്ത്യകാലത്ത് നമുക്ക് നമ്മളെ തന്നെ ആ നിലയിൽ കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുക്കാം. ഈ ലോകത്ത് നമുക്ക് മുന്നിലുള്ള നാളുകളിൽ ഈ ലോകത്ത് പ്രവാസികളും പരദേശികളുമായി തന്നെ നമുക്കായിരിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.